എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ അടുക്കളത്തോട്ടത്തിൻ്റെ ചെറിയ വിശേഷങ്ങളാണ്, വേറെ ഒന്നുമില്ല. ഇന്ന് ഫുഡിങ്ങിൻ്റെ ഒന്നുമില്ല. ഇന്നലെ ഞാൻ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കിയത് കണ്ടു കാണുമല്ലോ. ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി കഴിച്ചു നോക്കും. വീട്ടിൽ വാങ്ങിക്കുന്ന പച്ചക്കറിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മതി, അത് ഏത് പച്ചക്കറിയെന്നില്ല, 2-3 കഷ്ണം മതി. അടുത്ത് നിങ്ങൾ ചെയ്തു നോക്കും. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. പച്ചക്കറി ഇന്നത്തെ കുട്ടികൾക്കൊക്കെ അത് ഒന്ന് ഉടച്ച് അരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, നല്ല സാധനമാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇന്നെൻ്റെ തോട്ടത്തിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ്, അത് വേറൊന്നുമില്ല. അപ്പോൾ ആ വിശേഷങ്ങളിലൊക്കെ പതുക്കെ കിടക്കാം. തോരന് വേണ്ടി ചീര അല്ലേ, പറിച്ചു എല്ലാം പറിച്ച് വയ്ക്കില്ല, അതൊക്കെ ഇനി വേറെ നടണം. അത് കിളച്ച് വേറെ നടാനുള്ള അങ്ങനെ എല്ലാം ചെറുതും എല്ലാം പറിച്ചു. ഇവിടെ കിളച്ച് വേറെ നടാനുള്ളതാണ്. ഇത്രയും ഭാഗത്ത് വേറെ ചീര നടണം, കിളക്കണം. അപ്പോൾ ഉള്ള ചീരയൊക്കെ പറിച്ച് കളയുന്നില്ല, പറിച്ച് തോരൻ വെക്കുകയാണ്. ഇന്നത്തെ തോരൻ അതാണ്. ഇത് എന്തൊക്കെയാണ് പറിച്ചത്? വലുതൊക്കെ പറയും, വലുത് പറയും. ഇവിടെ ഒഴിവാക്കി വേറെ ചീര നടാൻ പോകും. പട്ടുചീര നടാൻ പോകും. പട്ടുചീര നടാൻ പോകും. ഇവിടെ 2 അവിടെ 1. പട്ടുചീര നടാൻ പോകും. പട്ടുചീര. അപ്പോൾ അതിന് വരെ ഇതെല്ലാം പറിച്ച് കളയുന്നില്ല, പറിച്ച് തോരൻ വെക്കും. ഇതാ പറഞ്ഞു, അവിടെ അപ്പുറത്ത് വലുത് നിൽക്കുന്നു. കഴിഞ്ഞ നമുക്കുള്ളേ അല്ലേ? അപ്പം നമുക്കുള്ള തോരനായി അല്ലേ? അതൊന്ന് പറ. നമുക്കുള്ള തോരനായി, പച്ചച്ചീരയുടെ തോരൻ. ഓക്കെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസവും പറിച്ചായിരുന്നു ചീര. മനോഹരമായ മഞ്ഞപ്പൂ. ബോ ഇടിച്ചേ, ബോ. അപ്പം തക്കാളിയുടെ വിത്തിട്ടേക്ക് അത് ഉഷാറായി വരുന്നുണ്ട. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ ഇത് മാറ്റി നടണം. അത് ഈയിടെ നടന്ന പയർ. എത്ര ദിവസമായി ഇത്? പയർ 3-4 ദിവസമായി. പയർ പൊട്ടിക്കിളുത്ത് വന്നിട്ടുണ്ട്. ഇത് പാലക്ക് ചീരയാന്ന് തോന്നുന്നു. പാലക്ക് ചീരയും പച്ചമുളക് ഇട്ടാണ്. ഇത് പാലക്ക് ചീരയാന്ന് തോന്നുന്നു. ഇവിടെയുള്ള ഈ പഴയ തക്കാളി, ഇത് പഴയ തക്കാളിയാണ്. കഴിച്ച് അവൻ്റെ കാലം കഴിഞ്ഞു. അതിൽ 2 ചോട് 4 ചോട് ഒരു 6-8 ചോട് നിൽപ്പുണ്ട്. ഇവനെ നമ്മൾ ഒഴിവാക്കുക. ഇത് ഗ്രോ ബാഗ് എടുക്കണം, 2 ട്രീറ്റ് ചെയ്യണം. ഈ തക്കാളി നമ്മൾ നടാൻ പോവുക. ഇത് ആപ്പിൾ തക്കാളിയാണ്. ഇത് നാടൻ തക്കാളിയാണ്. വലിയ പിടുത്തമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ചെടി വാങ്ങിച്ചതാണ്. പിന്നെ കിട്ടിയതാണ്. അപ്പോൾ ഇവനെയൊക്കെ പറിക്കാൻ പോവുക. പറിച്ചിട്ട് ഒഴിവാക്കാനുള്ള ഒരു അതവിടെ വെക്കും. പിച്ചാത്തിയുണ്ട്, അതെടുത്തു. അതെല്ലാം പറിച്ചു. ഇതേ അപ്പുറത്തൊക്കെ നിൽപ്പുണ്ട്. ഇതേ അവിടെ ചൊങ്ങി നിൽപ്പുണ്ട്. എല്ലാം മൊത്തം പറിച്ചു. എല്ലാം വിളഞ്ഞതാണ്. തക്കാളിയൊക്കെ വിളഞ്ഞതാണ്. 2 ദിവസം കഴിയുമ്പോൾ പഴുത്തുള്ളൂ. എല്ലാം വിളഞ്ഞത്. എല്ലാം വിളഞ്ഞ തക്കാളിയാണ്. ഇതേ മുകളിൽ എല്ലാം വിളഞ്ഞ തക്കാളിയാണ്. 2 ദിവസം കഴിയുമ്പോൾ പഴും.
ആ ചീഞ്ഞ് പോയി. അതിനകത്തുണ്ട്, ആ താഴെ കിടക്കുന്നതിലുണ്ട്. ഇത്രയും തക്കാളി, ലാസ്റ്റ് തക്കാളി കിട്ടിയിട്ടുണ്ട്. അത് ചോട് വെട്ടിവിടും. കമ്പ് മാറ്റിയിട്ട് ചോടിൻ്റെ ഇച്ചിരി മുകളിൽ വെച്ച് വെട്ടിവിടും. അത് തന്നെ, കമ്പ് മാറ്റി. അപ്പോൾ വേറെ തക്കാളി നടാൻ വേണ്ടിയാണ്. തക്കാളി കിളുത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ പിടുത്തം കഴിഞ്ഞ്. കാര്യം എന്ന് വെച്ചാൽ മുരടിച്ചു പോയി, ഇലയൊക്കെ വല്ലാതെ. അതവിടെ വെച്ചേര്, പൊട്ടിക്കണ്ട, അതൊന്നും പൊട്ടിക്കണ്ട, അവിടെ ഇട്ടേര്. അങ്ങനെ നിന്നോ. അപ്പുറത്തോട്ട് ചെല്ലിയാക്കി അങ്ങനെ കളയാം. കഴിഞ്ഞ്. കാരണം വെച്ചാൽ ആ ചെടിയൊക്കെ നാശമായി. എൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ്. വേണ്ട, ഇലയൊക്കെ വല്ലാതെ മുരണ്ടു പോയി. ഞാനത് പിടിക്കത്തില്ല. നോക്കിയിട, എന്നിട്ട് വെണ്ടയെന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് വല്ല കാര്യം. ഇവിടെ ഇച്ചിരി വെയിൽ കുറവായിരുന്നു. അടുത്ത വെയിലുള്ള സ്ഥലത്ത് വെക്കാം. അടുത്ത തക്കാളി വെയിലുള്ള സ്ഥലത്ത് വെക്കാം. വെയിലുണ്ടായിരുന്നു. മരമൊക്കെ കൂടെ വളർന്ന് കണ്ട, മരമൊക്കെ കൂടെ വളർന്ന് കാട് പോലെ. ഒന്ന് വെട്ടിത്തരാൻ പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലെ വെട്ടിത്തരാൻ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര വിഷമം. പിന്നെ നമ്മൾ തന്നെ വെട്ടാനുള്ള പരിപാടി കഴിഞ്ഞു. അപ്പോൾ അത് തക്കാളി നമ്മൾ ഇതോടെ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ ഉപകാരം. ബാഗ് വെള്ളിയിലോട്ട് എടുത്ത് വെച്ചാൽ അതോടെ വെക്കും. അത് വെച്ചാൽ ജോലി കഴിയും. ഇതൊക്കെ ബാഗ്, ഇത് കൃഷി കഴിഞ്ഞ മണ്ണാണ്. ഇത് രണ്ടാമത് ഇതേപോലെ ട്രീറ്റ് ചെയ്യണം. ഇതൊക്കെ കൃഷി കഴിഞ്ഞാണ്, രണ്ടാമത് ട്രീറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 10 വെളിയിലോട്ട് എടുത്ത് വെച്ചാൽ അവിടെ വെച്ചാൽ അവിടെ ഇടി കൊണ്ട് നടക്കണ്ടേക്കില്ല. പൊക്കി ആ സൈഡിലോട്ട് വെച്ചാൽ മതി. എന്ത് വെണ്ടയ്ക്ക് ഇടി വെളിയിലോട്ട് എടുത്ത് വെച്ചാൽ മതി. ചെക്കിയില്ല, ചുരുട്ടിപ്പിടി. അവിടെ വെച്ചു, അവിടെ വെച്ചു, അത്രേ ഉള്ളൂ. എടുത്ത് വെളിയിലോട്ട് വെച്ചു. അല്ലെ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ട്. അങ്ങോട്ട് വെച്ചു. എത്ര ബാഗുണ്ട്? 1 2 3 4 4 ഇല്ല, 2 2 4 ബാഗ്. 4 2 6 ബാഗിലെ മണ്ണ് ട്രീറ്റ് ചെയ്യാനുണ്ട്. ഇത് നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്തതാണ്. ഈ മണ്ണും ഡോളോമൈറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്തതാണ്. ഈ രണ്ടും കൂടെ ഇന്ന് ഞാൻ വേറെ ഗ്രോ ബാഗിൽ നിന്ന് ഇറക്കുകയാണ്.
മാറ്റി ആ ഇല ഉടക്കി വെച്ചാൽ മതി. ആ വെണ്ട വേണേ പറിച്ചു, എൻ്റെ മൂത്ത് പോകും. ഒരു വെണ്ടക്ക വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക നമ്മൾ വലുതായിട്ട് വെച്ചിട്ടില്ല. വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ട്, ഈ ഒരെണ്ണമേ ഉള്ളൂ വലുത്. പിന്നെ ഇവൻ ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇവന് ഞാൻ എൻ്റെ തല നുള്ളിക്കൊടുത്താണ്, അടിപൊളിയായിട്ട് ശിഖരങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ദേ ഇവിടെ ഒരു വെണ്ടയുണ്ട്, ഇവിടെ ഒരു വെണ്ടയുണ്ട്. ഒരു 1 2 3 വെണ്ടയുണ്ട്, ചെറിയ വെണ്ട തൈകൾ. ഞാൻ കിളുത്ത് വരുമ്പോൾ റെഡിയാക്കി. ഇതിനെ ഞാൻ തലനുള്ളി കൊടുത്തപ്പോൾ ആടി പൊളിയായിട്ട് വിടും ആ വെണ്ട. ഇപ്പുറത്തേക്ക് ഒരെണ്ണം കൂടെ. ആ അതുണ്ട്. ആ മതി. ആ മുള്ളുണ്ട്. ഇതേ ആ ഒരു വാടി നിൽക്കുന്ന ഒരെണ്ണം. ആ അത് ആ മതി മതി, അത്രയും മതി. ആ ഇതിൻ്റെ എല്ലാം കളങ്ങണം. മതി, ആ ഒരെണ്ണം കൂടെ. ആ അത് ആ മതി മതിക്ക, ഇത്തിരി കളയുണ്ട്. ദേ ഇതിന് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണേ ഈ മരണ്ടിരിക്കുന്നതിന്. കാണില്ല ഇവിടെ കണ്ട് ഉറങ്ങിക്കൊണ്ടത് കുഞ്ഞ്. കണ്ട ഇവിടെ കണ്ട, ഇവിടെ വഴുതന കണ്ട, വേറെ ഷേപ്പിലെ വഴുതന. അല്ല വയലറ്റ് ഉണ്ട, എനിക്കിഷ്ടമുള്ള സാധനം ഇത്. അത് ഒരെണ്ണേ ഉള്ളൂ. പടവല ഉഷാറായിട്ട് കയറി വരുന്നുണ്ട്, പടവലം കയറി വരുന്നുണ്ട്. ഇവിടെയൊന്നും വെയിലില്ല. ഈ പയർ ഒഴിവാക്കണമല്ലോ, ഇവിടെ വെയിലില്ല. ഈ പയർ ഒഴിവാക്കണം. വേറെ പയറിൻ്റെ 10 എണ്ണം വേറെ നടാനിരിക്കില്ല. ഇതും വെച്ചോണ്ടിട്ട് കാര്യമില്ല. അവിടെ നിൽപ്പുണ്ടല്ലോ പയർ. ഇതിങ്ങനെ അടിച്ചക്കിയാൽ അതിപ്പോൾ പറിച്ചെടുത്തു. അത് ഒറ്റയും പട്ടയായിട്ട് ഇങ്ങനെ പൂവിടുന്നതിൽ കാര്യമൊന്നുമില്ല. പയറിൻ്റെ പിടുത്തം കഴിഞ്ഞു. അതിന് വെയിലുള്ളതുകൊണ്ട് അതിൽ പൂവിടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഇപ്പം പഴയതുപോലുള്ള വലിപ്പം കിട്ടുന്നില്ല. അതതിൻ്റെ പിടുത്തം കഴിഞ്ഞ ഞാൻ ചോട് വെട്ടി വിടും, വെള്ളം പറിച്ചിടും, എന്നിട്ട് ചോട് വെട്ടി വിടും. പിടുത്തം കഴിഞ്ഞ പയറാണ്, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതത്രേ പിടിക്കത്തുള്ളൂ. ഇനി അടുത്ത നമ്മൾ വിത്ത് നടുക. താഴെ അടുത്ത വിത്തിട്ട് നമ്മൾ എടുക്കുക. പച്ചപ്പയറിൻ്റെ ആണ്, അടിപൊളി പയറാണ് പച്ചപ്പയർ. നല്ല, ഞാൻ ഒരു വീട്ടിൽ നിൽക്കുന്ന കണ്ടിട്ട് വിത്ത് ചോദിച്ച് വാങ്ങിച്ചത്. ഈ പച്ചപ്പയർ അടിപൊളി പച്ചപ്പയറാണ്. ഞാൻ ഒരു വീട്ടിൽ നിൽക്കുന്ന കണ്ടാണ് ഈ പയർ, വീട്ടിൽ വിൽക്കുന്ന കണ്ടാണ്. അവർക്ക് ഞാൻ ചോദിച്ച് വിത്ത് വാങ്ങിച്ചതാണ്. ഇത് 10-12 വിത്ത് അവർ തന്നു. ആ സാധനം നല്ല മാംസമുള്ളതും നല്ല നീളമുള്ളതായ പയറായിരുന്നു. പക്ഷെ ആ വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു, പക്ഷെ ആ വീട്ടിൽ ഇതേ കിടക്കും. ആ വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. ആ വീട്ടിൽ വളം അവർ കൊടുക്കത്തില്ലായിരുന്നു. അത് കാരണം കൊണ്ട് പിടുത്തം കുറവായിരുന്നു. നമ്മൾ വളം ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണി തീർത്ത്, ഈ പയറിൻ്റെ പിടുത്തം കഴിഞ്ഞ് അടുത്ത ചുമപ്പ് പയർ നടാനുള്ള പരിപാടിയാണ്. അത് ഇന്ന് തന്നെ നമ്മൾ വിത്തിടും. ഇന്ന് വിത്തിടാം കേട്ടോ, ചുവപ്പ് പയർ കേട്ടോ. ഈ താത്തി വെട്ടിക്കും.
ആ ചുവട് മാത്രം വെട്ടി വിട്ടാൽ മതി, അതൊക്കെ ബാക്കി പിന്നെ ചെയ്യാം. ആ ബാഗ് ഇങ്ങോട്ട് മാറ്റി അത് മാറ്റി വെക്കും. ആ മതി മതി. അപ്പോൾ ഇവൻ്റെ പണി തീർത്തു. ഇവിടെ വേറെ പയർ നടണം. എന്താടാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഒരു തോരള ചീര, ഒരു വിളഞ്ഞ പപ്പരക്ക. കണ്ടെന്ന് വിചാരിക്കുന്ന വലിയ കണ്ടൻ്റൊന്നും ഇല്ല, വിശേഷമൊന്നുമില്ല, വെറുതെ വീഡിയോ കിട്ടുന്നേ ഉണ്ട്. ഒരു വിശേഷങ്ങളും ഇല്ല. വലുതായിട്ട് ഒന്നും തോട്ടത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് വിളവെടുത്ത് കഴിഞ്ഞതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അത് സെറ്റാക്കി തീർത്തി, അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഒന്നും ഇല്ല, കണ്ടൻറ്റും ഇല്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.